ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റമറിന്റെ ഒരു ഡ്രസ്സിന്റെ സ്ലീവ് ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു പീസ് വെച്ച് കൊടുക്കാനാണ്. ആദ്യത്തേത് അവർക്കൊട്ടും കംഫർട്ടബിൾ അല്ല എന്നും പുതിയ ഒരു ക്ലോത്ത് തന്നുകൊണ്ട് ഇത് വെച്ച് കൊടുക്കാനാണ് പറയുകയും ചെയ്തത്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഗാർമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീം റിപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുന്നഴിക്കുന്നത്. സീം റിപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ക്ലോത്തുകളിൽ അതിന്റെ ഷാർപ്പുള്ള ഭാഗം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. തുന്നഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നത് ഈ ഒരു സീം റിപ്പർ ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെ തുന്നഴിച്ചു തുടങ്ങുക. ചില ഡ്രസ്സുകളിൽ നിന്ന് നമുക്ക് സിമ്പിളായി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് അഴിച്ചെടുക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ കത്രിക വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ നമ്മുടെ കസ്റ്റമറിന്റെ അളവിൽ നിന്നും വ്യത്യാസം വരികയും ചെയ്യരുത്. സ്ലിം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇത് പോസിബിൾ ആണ്. പക്ഷേ കുറച്ച് വണ്ണമുള്ളവരാണെങ്കിൽ നമ്മൾ ഇത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തുന്നഴിക്കേണ്ടുന്ന മടി കൊണ്ട് നമ്മൾ ഒരിക്കലും കസ്റ്റമറിനോട് ഈ വർക്ക് ചെയ്യുകയില്ല എന്ന് പറയരുത്. കാരണം നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ സ്ലീവിന്റെ അഗ്രഭാഗത്ത് തുന്നഴിക്കാൻ സാധ്യമാവാത്തതിനാൽ ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ സ്ലീവിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടുന്നത്. ആം ഹോളിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് ഇറക്കിയിട്ട് സ്ലീവിന്റെ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം അവിടെ പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ അഴിച്ചെടുക്കണം. ഇനി നമുക്ക് സ്ലീവിനായി തന്നിരിക്കുന്ന പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ ടോപ്പ് മടക്കുന്നത് പോലെയാണ് ഇതിനും മടക്കേണ്ടുന്നത്. 4 ഫോൾഡിലാണ് മടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷമോ അതിന് മുൻപായിട്ടോ നിങ്ങൾ ആം ഹോൾ ഒന്ന് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കേണ്ടതുണ്ട്. ചുളിവ് വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്യാൻ മറക്കരുത്. ഇവിടെ ആം ഹോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.4 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ആണ്. അത് 17 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മെഷർമെന്റ് മാത്രം മതി നമുക്ക് കൈ അടയാളപ്പെടുത്താൻ. 9.4 ഇഞ്ചാണ് എങ്കിൽ 1 ഇഞ്ച് കുറച്ച് നമുക്ക് 8.4 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തേണ്ടുന്ന പോയിന്റിലേക്ക് 3 ഇഞ്ച് നമ്മൾ താഴേക്കായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. 8.4 ഇഞ്ചിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ മിഡിൽ നമ്മൾ അടയാളപ്പെടുത്തുക. തുടക്കം മുതൽ അതിന്റെ മധ്യഭാഗം വരെ നമ്മൾ ഒന്ന് ഉയർത്തിക്കൊണ്ടും മധ്യഭാഗം മുതൽ അതിന്റെ അവസാന ഭാഗം വരെ നമ്മൾ ഒന്ന് താഴ്ത്തിക്കൊണ്ടുമാണ് ഇനി കർവ് പോലെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ബോട്ടം ഭാഗത്തേക്കും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ബോട്ടം ഭാഗത്തേക്കൊന്ന് ചരിച്ച് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനുശേഷം അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടിയായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇതൊരു മീഡിയം റേഞ്ചിലുള്ള സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സ്ലീവ് അടയാളപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഗാർമെന്റിന്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചിട്ടായിരിക്കും വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീവിലും നമ്മൾ അത് ചെയ്തിരിക്കണം. സ്ലീവിന്റെ മധ്യഭാഗം ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഉപകാരപ്പെടും. 2 സ്ലീവും നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷമായിരിക്കണം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 സ്ലീവും ഒരുമിച്ച് വെക്കുമ്പോൾ വളരെ കൃത്യതയോടെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടുക. ഇതുപോലെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാം. അതിന് പ്രത്യേകിച്ചൊരു അളവോ ഒന്നുമില്ല. ഇനി 2 സ്ലീവിലും നമുക്ക് ഫ്രണ്ട് ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാനൊന്ന് ഒരു അടയാളം കൊടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. എന്തെങ്കിലും ചുളുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കുറച്ച് നിഴലടിക്കുന്നതായി തോന്നിയത് കൊണ്ട് തന്നെ ലൈനിങ്ങിനായിട്ടും ഈ പീസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു സ്ലീവ് മെഷർമെന്റിനായി എടുത്ത് അത് അടയാളം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ നമുക്ക് 2 സ്ലീവും കൂടെ കിട്ടും. അതിന് പ്രത്യേകിച്ചൊരു മെഷർമെന്റ് എടുക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സ്ലീവ് വെച്ച് കൊടുക്കാം. അതിനായി ആദ്യം നമുക്ക് വേണ്ടത് ലൈനിങ്ങിനായി എടുത്ത പീസും മെയിൻ പീസും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ആയി പോവുകയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. 2 സ്ലീവും നമുക്ക് ഇതുപോലെയൊന്ന് അടിച്ചു കൊടുക്കാം. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കാരണം ഇത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിലൊരു ബന്ധത്തിന് വേണ്ടി മാത്രമാണ്. സ്റ്റിച്ചിന്റെ ലെങ്ത് വേണമെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ അടിക്കാം. മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ച് തന്നെ ഒരേ അളവിൽ തന്നെ വെച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഗാർമെന്റിന്റെ ഷോൾഡർ ഭാഗം ഒന്ന് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ
നടുഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തേക്കാക്കി വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഗാർമെന്റിന്റെ നല്ല ഭാഗവും സ്ലീവിന്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മിഡിൽ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളവുകളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല. ഇങ്ങനെ മധ്യഭാഗത്ത് നിന്ന് അടിച്ചു കൊടുത്ത് താഴെ വരെ അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ സ്റ്റിച്ച് ഉറപ്പിക്കാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കേണ്ടതുണ്ട്. രണ്ട് ഭാഗവും ഇതുപോലെ അടിച്ചെടുക്കാം. മെയിൻ ഫാബ്രിക്കും അതിന്റെ ലൈനിങ്ങും ഈ സ്ലീവും ഒന്നും തെന്നി മാറാതെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നൂല് വിട്ടു പോവുകയോ മറ്റേതെങ്കിലും നൂല് ഉണ്ടെങ്കിലോ നിങ്ങൾ അത് കട്ട് ചെയ്തെടുക്കണം. ഫിനിഷിങ്ങിൽ യാതൊരുവിധ കോംപ്രമൈസും പാടില്ല. രണ്ട് ഭാഗത്ത് സ്ലീവും ഇതുപോലെ വെക്കുക. അതുപോലെ തന്നെ നേരത്തെ ഫ്രണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് മാറുകയും ചെയ്യരുത്. ഫ്രണ്ട് എന്ന് അടയാളപ്പെടുത്തിയിരുന്ന ഭാഗം തന്നെയായിരിക്കണം നമ്മുടെ ഗാർമെന്റിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരേണ്ടത്. ഗാർമെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ചുളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗാർമെന്റും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒന്ന് പ്രീ അയൺ ചെയ്യുന്നതും നല്ലതാണ്. നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടെയോ അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിയിലോ ആയിരിക്കണം ഈ സ്ലീവ് വെച്ച് പിടിപ്പിക്കേണ്ടത്. രണ്ട് സ്ലീവിലും ഇതുപോലെ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കുക. കാരണം ഈ ഭാഗം പെട്ടെന്ന് വിട്ടുപോരുന്നതാണ്. ഷോപ്പിൽ നിന്നും വാങ്ങുന്ന പല ഗാർമെന്റ്സിനും രണ്ട് സ്റ്റിച്ച് കൊടുക്കാറില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സിന് കൂടുതൽ ഇംപ്രഷൻ കൊടുക്കാനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതും. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് അവർ തരികയുമുള്ളൂ. ഇനി നമ്മൾ സ്ലീവിന്റെ ബോട്ടം ഭാഗം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീവ് ഒന്ന് ബോഡി പാർട്ടുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ 2 അല്ലെങ്കിൽ 3 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് സ്റ്റിച്ചസിന്റെ ആവശ്യവുമില്ല. ബോട്ടം ഭാഗം നമ്മൾ കറക്റ്റായിട്ട് തന്നെ മടക്കി തയ്ക്കാൻ ശ്രമിക്കുക. സ്ലീവിന്റെ ബോട്ടം ഭാഗത്ത് അമിത തുണി ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നേരെയാക്കി എടുക്കാം. ആദ്യം 1/2 ഇഞ്ചിൽ മടക്കുക. അതിനുശേഷം 1/2 ഇഞ്ചിൽ കൂടെ മടക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ബോട്ടം ഭാഗം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ടുന്ന മുകളിലുള്ള നൂലും അടിനൂലും നമ്മൾ സെയിം കളർ ആയിരിക്കണം എന്നതാണ്. അതായത് ക്ലോത്തിന്റെ സെയിം കളർ ആയിരിക്കണം എന്നത്. നിങ്ങൾ അതുവരെ സ്റ്റിച്ച് ചെയ്തത് വേറെ കളർ ആണെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. കാരണം അത് പുറത്തേക്ക് കാണുകയില്ല. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇതാണ് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള ഭാഗം. മാച്ച് കളർ ഇല്ല എങ്കിൽ നമുക്ക് ഒരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം. മാക്സിമം സെയിം കളർ ആവാൻ തന്നെ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യണ്ട. നേരെ വെച്ച് തന്നെ നമ്മൾ ഗാർമെന്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തു വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരുപാട് വലിച്ചു പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഒന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു കൈ വെച്ചുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1, 2, 3 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ 2 തവണ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു ഓവർലോക്ക് കൊടുക്കുന്നുണ്ട്. ഉഷ ജാനോമി അല്ലൂർ DLXന്റെ മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്താൽ തന്നെ ഒരു ഓവർലോക്ക് ഫിനിഷിംഗ് നമുക്ക് ലഭിക്കും. ഇതിനായി സെലക്ടർ സിയിലും ലെങ്ത് 2ലും ഇട്ടുകൊണ്ട് നമുക്ക് സിമ്പിളായി ഓവർലോക്ക് ഫിനിഷിംഗിൽ ചെയ്തെടുക്കാം. ബാക്കിയുള്ള തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നേരെ വെച്ചടിക്കുകയാണെങ്കിൽ ഇത്ര ഫിനിഷിങ്ങോടെ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല വൃത്തിയിലും നീറ്റായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. സീം അലവൻസ് യാതൊരു വിധത്തിലും പുറത്തേക്ക് കാണുകയുമില്ല. ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ബോട്ടം പാർട്ടിൽ വരുന്നത്. ഈ മെഷീനിൽ ഓവർലോക്ക് ചെയ്യാനായി നമുക്ക് ഈ ഒരു സിഗ്സാഗ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെലക്ടർ സിയിലാണ് ഇടേണ്ടുന്നതും ലെങ്ത് നമ്മൾ 2ലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.